ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു ബിസിനസ് വെബ്സൈറ്റ് എങ്ങനെ ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡ് സെറ്റിംഗ് ചേഞ്ച് ചെയ്തിട്ട് 1 ഉള്ളത് 1.5 ആയിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫാൻസി ആയിട്ടുള്ള ഭയങ്കര ആനിമേഷനും മൂവ്മെൻറ്റ്സും ഒക്കെയുള്ള ഒരു വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതല്ല. കോഡിങ്ങിനെ കുറിച്ച് ഒന്നുമില്ല, നമ്മൾ കോഡൊന്നും ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം എങ്ങനെ അതിലൂടെ നമുക്ക് ലീഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും ലീഡിനെ അറേഞ്ച് ചെയ്യാനും അവർക്ക് ഫോളോ അപ്പ് ഇമെയിൽ അയക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള സെയിൽസിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് എങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ systemy.io എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫ്രീ പ്ലാൻ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാണുന്നത്. ലെങ്തി ആണെങ്കിൽ പോലും നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു സമയം മാറ്റി വെച്ച് നിങ്ങൾ ഈ ഫുൾ വീഡിയോ കാണുക. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ systemy.ioയിൽ ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പോകുന്നത് വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ഡാഷ്ബോർഡ്, ഇപ്പോൾ ഇത് പൈപ്പ്ലൈനിൻ്റെ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഇത് systemy.io അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു അക്കൗണ്ടാണ് കിട്ടുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം, ഫ്രീ ആയിട്ട് systemy.io യൂസ് ചെയ്യാനുള്ള. അപ്പോൾ ആദ്യം ഈ ഒരു ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയിട്ട് സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് പോവാം. സെയിൽസ് ഫണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റ് തന്നെയാണ്, ലാൻഡിംഗ് പേജ് തന്നെയാണ്. അത് സെയിൽസിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ലാൻഡിംഗ് പേജ് ആണ്. അതായത് കൂടുതൽ ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സെയിൽസ് കൂടുതൽ നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു ലാൻഡിംഗ് പേജുകളുടെയാണ് ഈ സെയിൽസ് ഫണൽ എന്ന് ഈ സിമ്പിൾ ടേമിൽ പറയുന്നത്. നമ്മൾ വെബ്സൈറ്റിൽ പോവുക, സെയിൽസ് ഫണലിൽ പോവുക, ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ബിസിനസിന്റെ പേര് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ കറൻസി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പിയിൽ ചെയ്യാം. ഓക്കെ, ഇന്ത്യൻ റുപ്പി ആക്കിയിട്ട് കറൻസി സെറ്റ് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ പ്രൊജക്റ്റിൽ ക്രിയേറ്റ് ആയാൽ പോവാം. എന്നിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടോ? ഈ ആഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ പോവാം. ആഡ് സ്റ്റെപ്പിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് സെയിൽസ് ഫണൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ലീഡ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രൈമറി ഉദ്ദേശം. അതായത് നമ്മളുടെ വെബ്സൈറ്റിൽ വരുന്ന ആളുകളുടെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജിനെയാണ് സ്ക്യൂസ് പേജ് അല്ലെങ്കിൽ ലീഡ് മാഗ്നറ്റ് പേജ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒരു സ്ക്യൂസ് പേജ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവരെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെയിൽസ് പേജിലേക്ക് കൊണ്ടുപോകണം. ഈ സെയിൽസ് പേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ കസ്റ്റമറിന് ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും റിവ്യൂസും സ്പെക്കും എല്ലാം സെയിൽസ് പേജിലാണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ചെക്കൗട്ട് പേജ് ആണ് പിന്നെ ബിൽഡ് ചെയ്യേണ്ടത്. ചെക്കൗട്ട് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേയ്മെന്റ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു താങ്ക് യു പേജ്. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് ഫണൽ, ഒരു സെയിൽസ് ഫണലിന്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ആദ്യം ലീഡ് ജനറേഷൻ പേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈപ്പിൽ പോയിട്ട് നിങ്ങളെ സ്ക്യൂസ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സ്ക്യൂസ് പേജ്. അടുത്തത് നമ്മൾ സെയിൽസ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. സെയിൽസ് പേജ്, ഇവിടെ സെയിൽസ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെക്കൗട്ട് പേജ് ആണ് ഉണ്ടാക്കുന്നത്. ചെക്കൗട്ട് പേജിന് ഓർഡർ ഫോം എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ താങ്ക് യു പേജ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ ബൈങ് എന്നുള്ള രീതിയിലുള്ളത്. ഓക്കെ,
ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഫണലുകളുണ്ട്. ഫണലുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫണലിനെ കുറിച്ച് തന്നെ ഞാൻ വേറെ കുറച്ച് മുന്നേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വാച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ടൂൾ എങ്ങനെ പരിചയപ്പെടുത്തി തരുന്നതാണ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലീഡ് ജനറേഷൻ പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ ഇതൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഒരുപാട് പ്രീമെയ്ഡ് ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 50, 20, 30 ഒക്കെ ആക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ടെംപ്ലേറ്റുകളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ഏറ്റവും മാച്ച് ആയി പോകുന്ന ഒരു ടെംപ്ലേറ്റ് ബേസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഒരു യോഗ ഫണലിൻ്റെ, ഒരു യോഗ ബിസിനസ്സിന് വേണ്ടിയിട്ട്, യോഗ ട്രെയിനിങ്ങിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഫണലാണ്. അപ്പോൾ ഇവിടെ പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിവ്യൂ കിട്ടും, ഇതെങ്ങനെയാണെന്നുള്ളതിൻ്റെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിവിടെ സെലക്ട് ചെയ്തു. ഇനി അടുത്തത് സെയിൽസ് പേജിലേക്ക് പോവാം. സെയിൽസ് പേജിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ പ്രിവ്യൂ അടിക്കുക. പ്രിവ്യൂ ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചെക്കൗട്ട് പേജിൽ പോവാം. ചെക്കൗട്ട് പേജിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്, ചെക്കൗട്ട് ഫോംസ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ കൊടുക്കുക, സെലക്ട് ചെയ്യുക. താങ്ക് യു പേജ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് എഡിറ്റിംഗ് ആണ് വരുന്നത്. ഇവിടെ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ആ ഒരു പേജ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ലീഡ് ജനറേഷൻ പേജാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ലീഡ് ജനറേഷൻ പേജ് സെലക്ട് ചെയ്യുക. ഇവിടെ എഡിറ്റ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിട്ടും. എഡിറ്റ് പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫണൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ക്യാൻവ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവ പോലെ തന്നെ ഈസി ആയിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. ഇപ്പോൾ ഇമേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ ഇമേജ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കണ്ടോ, അവിടെ കൊണ്ടുപോയിട്ട് ഈ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലോഗോ അപ്ലോഡ് ചെയ്യാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് കിട്ടും. കണ്ടോ, ഇവിടെ ലോഗോ ചേഞ്ച് ചെയ്യാതെ കണ്ടോ, ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ തന്നെ ഇവിടെ മെനൂസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പേജുകളൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പേജ് ബിൽഡ് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ആ പേജിൻ്റെ URL കൊടുക്കാൻ പറ്റുന്നതാണ്. ആ URL എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളത്, ആ URL എങ്ങനെ മറ്റ് പേജിൻ്റെ URL എങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യോഗ ബിസിനസ്സിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഡ് മാഗ്നറ്റ് പേജിൽ അവർക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കും. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള യോഗയുടെ ബേസിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലാസ് കൊടുത്തിട്ട് അവരുടെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഗെറ്റ് ദ ഫ്രീ ക്ലാസ് എന്നാണ്. ഓക്കെ, ഈ ഗെറ്റ് ദ ഫ്രീ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ആക്ഷൻ, അവിടെ നമുക്ക് ഓരോ ബട്ടണിനും നമുക്ക് എന്ത് ആക്ഷനും കൊടുക്കാം. അപ്പോൾ ഈ കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്ഷൻ മാറ്റിയിട്ട് ഓപ്പൺ URL കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൻ്റെ URL ഇടാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ URL ഇടാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗെറ്റ് ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോ പോപ്പപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതായത് ഇവിടെ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ ഈ പോപ്പപ്പ് കാണണമെങ്കിൽ ഇവിടെ മോള് പോയിട്ട് പോപ്പപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പോപ്പപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് വ്യൂ ചെയ്യുക. ഇതാണ് പോപ്പപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ അവരുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമെയിൽ മാത്രമാണ് കളക്ട് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾ പോവുക. ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോം ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് എന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്താ നെയിം വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം ആഡ് ചെയ്യാം. അപ്പോൾ അത് നെയിമിൻ്റെതായിരിക്കും. ഇനി താഴെ പോയിട്ട് അതിൻ്റെ അവിടെ കണ്ടോ ഒരു ഗ്യാപ്പ് ഇല്ലല്ലോ, അവിടെ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴെ പോവുക. അവിടെ മാർജിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, മാർജിൻ ബോട്ടം, അവിടെ കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പേസ് വരും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഫോൺ നമ്പറും പേരും ഇമെയിൽ ID-യും ഫോൺ നമ്പറും നിങ്ങൾക്ക് എന്തൊക്കെ ഡാറ്റ വേണോ ഇതൊക്കെ ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്മിറ്റ് ഫോം സബ്മിറ്റ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോം സബ്മിറ്റ് ആയതിനു ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഫണലിൽ
നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ സെയിൽസ് പേജ് ആണല്ലോ, സെയിൽസ് പേജിലേക്ക് പോകും. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ചാനലിലേക്കോ അതിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം URL കൊടുത്തിട്ട് നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്കോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്ത് എക്സിറ്റ് ചെയ്യാം. ഇവിടെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മൾ മെനുവിൽ പേജിൻ്റെ ലിങ്ക് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്, ആ പേജിൻ്റെ ലിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സെയിൽസ് പേജിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ URL പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിങ്സ് കണ്ടോ, ഇവിടെ പോയിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് കോപ്പി ആവും. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് അവിടെ മെനുവിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി സെയിൽസ് പേജും അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എഡിറ്റ് ചെയ്യാം കേട്ടോ. എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്താം. എന്നിട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സ്റ്റാർട്ട് യുവർ ജേർണി ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്നത്. ഈ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്കൗട്ട് പേജിൽ ഇവിടെയാണ് നമ്മൾ കുറച്ച് കോൺഫിഗറേഷൻസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണോ എന്നുള്ളത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, കണ്ടോ, ഈ പ്രൊഡക്റ്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. അത് ഈ പ്രൊഡക്റ്റ് ഇനി അവിടെ ആഡ് ചെയ്യേണ്ടതെന്നില്ല. ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ വ്യൂ ഫണൽ കൊടുത്തു കഴിഞ്ഞാൽ, വ്യൂ ഫണൽ സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ ഇവിടെ കളക്ട് ആയിട്ടുണ്ടാവും. ഓർഡർ ഡീറ്റെയിൽസും എല്ലാ ഡാറ്റയും ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ആ പേര് പ്രൊഡക്റ്റ് എവിടെ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റുകളും കോഴ്സുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റും പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ്ങും എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാം. ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഫണലിൽ, അതായത് നിങ്ങളിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫണലിലെ ചെക്കൗട്ട് പേജിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കിട്ടും ഇവിടെ. ഓക്കെ, കൂപ്പൺസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കൂപ്പൺസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചെക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്ക് യു പേജിലേക്ക് നിങ്ങൾ താങ്ക് യു ഫോർ യുവർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ളതോ അതെങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡെലിവറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഈ താങ്ക് യു പേജിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ താങ്ക് യു പേജിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് പേജിൽ പോവാം. എഡിറ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ ഓർഡർ സമ്മറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കണ്ടോ, അപ്പോൾ അത് നിങ്ങൾ ഇത് ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചറായിട്ട് ആഡ് ആവും. ഇങ്ങനെയാണ് നമുക്കത് ഒരു ഫ്രീ ആയിട്ട് പേജ് ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ലീഡ് ജനറേഷൻ പേജിലൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലേ, നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ഡീറ്റെയിൽസ് ഇല്ലേ, ഈ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിൽ കംപ്ലീറ്റ് കോണ്ടാക്റ്റുകൾ വരും. ഇനി നമുക്കത് കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൈപ്പ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുതിയൊരു ലീഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു സെയിൽസ് ടീമോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോൾ ചെയ്തിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു പുതിയ ലീഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കും. ഇത് കിടന്നിട്ട് നിങ്ങളുടെ സെയിൽസ് ടീം അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിൽസ് ടീമിന് ഇതേപോലെ ഇങ്ങനെ ഇനീഷ്യൽ കോൺടാക്ട് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് അത് കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓട്ടോമേഷൻസിൽ പോവാം. ഓട്ടോമേഷൻസിൽ നമ്മളൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ വർക്ക് ഫ്ലോസ് ആണ്. അപ്പോൾ ഇതിൽ പോവാം. ഇതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു വർക്ക് ഫ്ലോയിന് ഒരു പേര് കൊടുക്കാം. പേര് കൊടുത്തതിന് ശേഷം ഇതുണ്ടാവും ആ വർക്ക് ഫ്ലോ സെലക്ട് ചെയ്യുക. വർക്ക് ഫ്ലോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്രിഗർ സെലക്ട് ചെയ്യാം. എന്ത് സംഭവിക്കുമ്പോഴാണ് ഈ ഒരു വർക്ക് ഫ്ലോ ആക്റ്റീവ് ആവേണ്ടത് എന്നുള്ളതാണ് ഈ ട്രിഗർ എന്നുള്ളത്. ട്രിഗർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഫണൽ ഫോം സബ്സ്ക്രൈബ്, ഈ ഫണലിലുള്ള ഒരു ഫോം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ട്രിഗർ വർക്ക് ആവേണ്ടത്. അപ്പോൾ ഈ ഫണൽ ഫോം സബ്സ്ക്രൈബ് എന്ന് കൊടുക്കാം. അതിന് ഏത് ഫണലാണെന്നുള്ളത് കൊടുക്കാം. ഇപ്പം നമ്മൾ എന്തായിരുന്നു ഒരു പേര് കൊടുത്ത യൂട്യൂബ് ട്യൂട്ടോറിയൽ അല്ലേ, യൂട്യൂബ് ട്യൂട്ടോറിയൽ കൊടുക്കാം. അതിൽ ഏത് പേജാണെന്ന് കൊടുക്കുക, ലീഡ് ജനറേഷൻ പേജ്. അപ്പോൾ ഇവിടെ ഒരു ട്രിഗർ ക്രിയേറ്റ് ചെയ്യുക. അതായത് ലീഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം അല്ലേ, ആ പേജിലെ ഫോം ആരെങ്കിലും സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഈ ട്രിഗർ വർക്ക് ആവും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം,
പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്ഷൻ കൊടുക്കുക. ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ അസൈൻ എ CRM പൈപ്പ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നമ്മളുടെ CRMൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂ ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്കല്ലേ കൊടുക്കേണ്ടത്, ന്യൂ ലീഡ്സിലേക്ക് ആഡ് ചെയ്യാൻ പറയാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോമിൽ ഒരാൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ നേരെ നിങ്ങളുടെ ആ ഒരു CRM പൈപ്പ് ലൈനിലേക്ക് പോകും. ഇനി ഇതിൽ ഓട്ടോമേഷൻസിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓട്ടോമേഷൻസിൽ വരുന്ന വേറെ കാര്യമാണ് നമുക്ക് ഇമെയിൽ അയക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരാൾ അവിടെ സബ്മിറ്റ് ചെയ്തു, ഒരു ഡിലേ കൊടുക്കാം. നിങ്ങൾക്കൊരു 2 hours കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇമെയിൽ ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 hours നമുക്ക് ഡിലേ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ഇമെയിൽ അയക്കാം വേണമെങ്കിൽ അവർക്ക്. ഇവിടെ സെൻഡ് ആൻ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇവിടെ ഒരു ക്രിയേറ്റ് ന്യൂ ഇമെയിൽ കൊടുക്കുക. താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ്. എന്നിട്ട് ഇതിൽ നമുക്ക് ഇമെയിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ തന്നെ ആ ഒരു ആളുടെ പേര് നമുക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കണ്ടോ, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് വേരിയബിൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോമിൽ നിന്നുള്ള ഫസ്റ്റ് നെയിം ഇവിടെ ആഡ് ചെയ്യും. എന്നിട്ട് അവർക്ക് താങ്ക് യു ഫോർ ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ അവർ പ്രോഡക്റ്റ്, ഡു യു നീഡ് എനി, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് നമുക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് നമുക്ക് ഇമെയിൽസ് കൊടുക്കാം. ഇവിടെ അറ്റാച്ച്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ്സും ആഡ് ചെയ്യാം. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഇമെയിൽ തന്നെ അവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സിസ്റ്റമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫണൽസ് വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് കുറച്ചുകൂടെ ഐഡിയാസ് ഉണ്ടാവും, എന്ത് ഇമെയിൽ അയക്കണം, ഏത് ഇമെയിൽ എങ്ങനെയാണ് ഇത് കുറച്ചുകൂടെ ഓട്ടോമേഷനൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണെങ്കിൽ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഡിസിഷൻസ് ഒക്കെ എടുക്കാം. ഓക്കെ, ഡിസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഡിസിഷൻ കാണിച്ചിരുന്നതാണ്. ഇപ്പോൾ ഉണ്ടോ, ഇമെയിൽ ഓപ്പൺഡ്. ഇപ്പോൾ നമ്മളുടെ ഉണ്ടോ, ഞാൻ ആ ഇമെയിൽ സെലക്ട് ചെയ്തു, എന്നിട്ട് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്ത സമയത്ത് അവരെ CRM പൈപ്പ് ലൈനിലേക്ക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിൽ വന്നു. എന്നിട്ട് ഇവരൊരു ഡിസിഷൻ ചെക്ക് ചെയ്യാണ്, അതായത് ഈ ഇമെയിൽ പുള്ളി ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതോ ഇല്ലേ. ഇനി ഓപ്പൺ ചെയ്തിട്ട് ഇല്ല എങ്കിൽ എന്ത് ചെയ്യാം, ആ ഇമെയിൽ തന്നെ നമുക്ക് വീണ്ടും അയക്കാം. സെൻഡ് ആൻ ഇമെയിൽ, എന്നിട്ട് ഇവിടെ ആ ഒരു ഇമെയിൽ തന്നെ സെലക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ്. അതിന് അത് യെസ് ആണെങ്കിൽ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഇമെയിൽസ് അയക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ഫ്ലോസ് ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്, അതായത് ഇതിൻ്റെ സെയിൽസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ എത്ര സെയിൽ ചെയ്തു, നമ്മുടെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ്, നമ്മുടെ ഗ്രോത്ത് എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സെയിൽസിൽ പോയിട്ട് ട്രാൻസാക്ഷൻസ് നോക്കിയാൽ മതി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് കിട്ടും. നിങ്ങളിവിടെ ഡാഷ്ബോർഡിൽ പോയിട്ട് മെയിൻ ഡാഷ്ബോർഡിൽ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസിൻ്റെ ഓവർവ്യൂ ഒക്കെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് നമ്മളുടെ ഡൊമൈൻ നെയിമുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതല്ലേ. ഡൊമൈൻ നെയിമുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ താഴെ കസ്റ്റം ഡൊമൈൻസ് കണ്ടോ, ഈ കസ്റ്റം ഡൊമൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡൊമൈൻ നെയിം ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഗോഡാഡിയിലോ നിങ്ങൾക്ക് വേറെ ഏത് വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് എങ്കിലും അത് കോൺഫിഗർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്, DNS സെറ്റപ്പ് ചെയ്യാനുള്ള കോൺഫിഗറേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ
ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ പിക്ചർ സഹിതം അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡൊമൈൻ കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഡൊമൈന് കണക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഡൊമൈനിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഫണലിലേക്ക് നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡൊമൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വെബ്സൈറ്റിൽ പോവുക, സെയിൽസ് ഫണൽസിൽ പോവുക. എന്നിട്ട് നിങ്ങളിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫണലില്ലേ, ഈ ഫണലിൻ്റെ ഈ നേരെയുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫണൽ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഗർ ചെയ്തിട്ടുള്ള ഡൊമൈൻ ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ആ ഡൊമൈൻ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇമെയിൽസ് അയക്കാനും ന്യൂസ് ലെറ്റേഴ്സ് അയക്കാൻ വേണ്ടിയിട്ടും ഇമെയിൽസ് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിസ്റ്റമിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട്, ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയി നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഓട്ടോമേഷനൊക്കെ റെഡി ആയിട്ട് നിങ്ങൾക്കത് വർത്താണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഒരു സിമ്പിൾ പേയ്മെൻറ്റ് പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. പേയ്മെൻറ്റ് പ്ലാൻ $27 മന്ത്ലി വരുന്നത്. ബട്ട് ടോട്ടലി വർത്ത് ഇറ്റ്. എൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ബിസിനസ് മാർക്കറ്റിങ്ങും ഞാൻ ഈ സിസ്റ്റമിൽ വെച്ചിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, വേറെയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സിസ്റ്റമിയുടെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ട്യൂട്ടോറിയൽസ് ചെയ്യാം. ഇതിപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് എന്തിനെക്കുറിച്ചാണ് വീഡിയോ വേണ്ടത് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചെയ്യാം, ഞാനത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.